الحمد لله رب العالمين نحمده ونستعين به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم فإن مع العسر يسرا إن مع العسر يسرا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് മനുഷ്യന് മാനസികമായി ധൈര്യം കിട്ടാൻ അല്ലാഹു നമ്മോട് പറഞ്ഞ ചില നിലപാടുകളാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ചില കാര്യങ്ങൾ. തഖ്വ ഉണ്ടാവുക, അല്ലാഹുവിനെ തവക്കുലാക്കുക, ഖദറിൽ വിശ്വസിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. പക്ഷെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഇത്തരം വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായാലും എത്ര ഉണ്ടായാലും മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ഒരു മനുഷ്യനും മുക്തമാവുകയില്ല എന്നതാണ്. അത് ഈമാനിന്റെ കുറവോ തഖ്വയുടെയോ തവക്കുലിന്റെയോ കുറവല്ല. നല്ല ഈമാനുള്ളവർക്കും ചിലപ്പോ മാനസികമായ ചില ദൗർബല്യങ്ങൾ ഏർപ്പെടും, ചില ഡിപ്രഷനുകൾ ഉണ്ടാവും. എത്ര വിധിയിലുള്ള വിശ്വാസം മനസ്സിലുണ്ടെങ്കിലും അള്ളാഹനെ എത്ര തവക്കുലാക്കിയാലും മനുഷ്യന്റെ മനസ്സ് മനുഷ്യൻ എന്ന നിലക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഒരാളെ ഇജ് നല്ല മുത്തഖിയല്ലേ, ഇജൊരു പണ്ഡിതനല്ലേ, നീ ഒരു പ്രബോധകനല്ലേ, നീ അള്ളാഹുവിൽ വല്ലാതെ വിശ്വാസമുള്ള ആളുകളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ മാനസിക പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, മറിച്ച് ചേർത്ത് പിടിക്കണം എന്നതാണ്. ഇതുതന്നെയാണ് വൈദ്യശാസ്ത്രത്തിനും പറയാനുള്ളത്. മാനസികമായി ദൗർബല്യം അനുഭവിക്കുന്നവരെ അകറ്റുകയല്ല വേണ്ടത്, ചേർത്ത് പിടിക്കലാണ്. ഖുർആനില് 2-3 സംഭവങ്ങൾ പറയുന്നുണ്ട്. പ്രവാചകന്റെ കാര്യവും പറയുന്നുണ്ട്. അതിലൊന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ച ഫിർഔനിന്റെ ഓർഡറുള്ള കാലഘട്ടത്തിൽ മൂസാ നബി ജനിക്കുന്നത്. നല്ലൊരു കുട്ടിയാണ്, കൊല്ലാനൊന്നും തോന്നിയില്ല, കണ്ടാ കൊല്ലും ചെയ്യും. പക്ഷെ അള്ളാന്റെ തീരുമാനം മറിച്ചൊന്നായി. അതുകൊണ്ട് മൂസാ നബിയുടെ ഉമ്മാക്ക് വലിയ മാനസിക പ്രയാസമുണ്ടായി എന്ന്. കുട്ടിയെ പുഴയിലെറിയണം. അതുകൊണ്ട്
ആ കുട്ടിയെ പുഴയിൽ എറിയാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു, അനിഖ്ദി ഫീഹി ഫിത്താബൂത്തി ഫഖ്ദി ഫീഹി ഫിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിലി യഖുദുഹു അദുവ്വുൻ ലി വഅദുവ്വുൻ ലക്. കുട്ടിയെ പെട്ടിയിലാക്കുക, അള്ളാഹ് ചേർത്ത് പിടിക്കുക, പറഞ്ഞ പോലെ ചെയ്യ, അത് അള്ളാഹ് ഏറ്റെടുക്കുക. എന്തിന്? ആ കുട്ടി രക്ഷപ്പെടണം. പക്ഷെ ഉമ്മാക്ക് വിഷമുണ്ട്. പക്ഷെ ഉമ്മ വിഷമിക്കാതിരിക്കാൻ അള്ളാഹ് വഹയി കൊടുക്കാൻ, ഇൽഹാം നൽകുകയാണ് മൂസാ നബിയുടെ ഉമ്മാക്ക്. കുട്ടിയെ പെട്ടിയിലാക്കുക, കടലിലിടുക, കടല് അത് കരയിലേക്ക് തന്നെ തള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല ആ കുട്ടിയെ കിട്ടിയ സന്ദർഭം മൂസാ നബിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. വറജഅനാക ഇലാ ഉമ്മിക. അള്ളാന്റെ അനുഗ്രഹം ഓർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മൂസയെ, നിന്നെ നിന്റെ ഉമ്മാക്ക് ഞാൻ മടക്കി കൊടുത്തു. നിന്നെ ഉമ്മാക്ക് തന്നെ ലഭിക്കും എന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു, ഉമ്മാനെ സമാധാനിപ്പിച്ചു. അതെന്തിനായിരുന്നു? കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. അതാണ് ഹുസ്ൻ, ഡിപ്രഷൻ. അവൾക്കൊന്ന് സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട്, അങ്ങേയറ്റത്തെ ദുഃഖത്തിൽ നിൽക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് വലാ തഹ്സൻ, നിന്റെ ഉമ്മ അവര് ഡിപ്രഷൻ ഉണ്ടാവാൻ പാടില്ല, ദുഃഖമുണ്ടാവാൻ പാടില്ല, അതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവ നോക്കൂ, അല്ലാഹ് ഏറ്റെടുത്തു. മറിയം ബീവിക്ക് ഈമാൻ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ എത്ര ഈമാൻ ഉണ്ടെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് സ്വന്തം കുട്ടിയെ, അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. യാക്കൂബ് നബിക്ക് ഈമാൻ ഉണ്ടല്ലോ, നമ്മളെക്കാളൊക്കെ ഈമാനുള്ള ആളാണ് യാക്കൂബ് നബി. യാക്കൂബ് നബി പുത്ര ദുഃഖത്താൽ, പുത്രനെ കാണാനല്ല, ഒരു പുത്രനല്ല, രണ്ടല്ല, 3 കുട്ടിയെ തന്നെയാണ് കാണാതായി. നിങ്ങൾക്കറിയാലോ, 3 കുട്ടികളെ കാണാതായി. ഒന്ന് ചെറുപ്പത്തിൽ കൊണ്ടുപോയി കിണറ്റിലിട്ടു, രണ്ടാമത്തേനെ അവിടെ പിടിച്ചു വെച്ചു, മൂന്നാമത് വരെ കൊണ്ടുവരാൻ പോയ ഒരാളെ ഞാൻ വാപ്പാടത്തേക്കില്ല, തീരുമാനമാകുന്നത് വരെ എന്നിട്ട് അവിടെ ഇരുന്നു. പുത്രദുഃഖം, തിരോധാനം, വലിയ സങ്കടമാണ്. യാക്കൂബ് നബി കരഞ്ഞു എന്ന് മാത്രല്ല, വബിയല്ലത് ഐനാഹു മിനൽ ഹുസ്നി വഹുവ ഖലീൽ. അദ്ദേഹം ദുഃഖത്തെ കടിച്ചമർത്തി, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തുപോയി ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങേറ്റത്തെ ഡിപ്രഷൻ ഉണ്ടാവും. ചില സംഭവങ്ങൾ വന്നാൽ എത്ര തഖ്വയുണ്ടെങ്കിലും എത്ര ഈമാൻ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ചേർത്ത് പിടിക്കൽ അനിവാര്യമാണ്. നമ്മൾ പടച്ചോല വിശ്വാസമുള്ള ആളല്ലേ, തൗഹീദിന്റെ ആളല്ലേ, ഈമാനുള്ള ആളല്ലേ, തഖ്വയുള്ള ആളല്ലേ, വയല് കേട്ടില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് അവന്റെ നേർക്ക് ചെന്നൊരു കാര്യമല്ല. അവനെ ചേർത്ത് പിടിക്കണം എന്നാ പടച്ചോൻ പഠിപ്പിക്കണം. മനുഷ്യൻ എന്ന നിലക്ക് അവനെ നമ്മൾ ചേർത്ത് പിടിക്കണം. പ്രയാസം അനുഭവിക്കുന്നവനെ വീണ്ടും പ്രയാസപ്പെടുത്താതെ ചേർത്ത് പിടിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് ചേർത്ത് പിടിക്കാൻ, ആ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും. വലാ തയഅസൂ മിൻ റൗഹില്ല. അതാണ് ഈമാൻ. ഈമാൻ അതിജയിച്ചു. വലാ തയഅസൂ മിൻ റൗഹില്ല തഹസ്സസൂ മിൻ യൂസുഫ. നിങ്ങൾ യൂസുഫിനെയും സഹോദരന്മാരെയും അന്വേഷിച്ചു പോണം. ഒരിക്കലും അള്ളാഹു ഒരു ആശ്വാസം തരും എന്നതിൽ നിന്ന് നിങ്ങൾ നിരാശനാവരുത്. അതാണ് ഇതിലുള്ള പാഠം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം, അന്വേഷിക്കേണ്ടത് അന്വേഷിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം, പരിഹരിക്കേണ്ടത് പരിഹരിക്കണം, പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം. അതോടൊപ്പം വലാ തയഅസൂ മിർ റൗഹില്ല, ഇതിനൊരു ആശ്വാസമുണ്ടാകും എന്നതിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അത് പടച്ച തമ്പുരാനിൽ വിശ്വാസമില്ലാത്തവർക്കാണ് നിരാശ എപ്പോഴുണ്ടാകുക. അവരെയാണ് ആത്മഹത്യയിലേക്ക് മറ്റൊക്കെ നയിച്ചു കൊണ്ടുപോവുക.
യഖൂബ് നബി അലൈഹിസ്സലാം ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മറിയം ബീവിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആലോചിച്ചു, മറിയം ബീവി, സൂറത്തു മറിയം. മറിയം ബീവി ഗർഭിണിയാകുകയാണ്. അങ്ങനെയുണ്ട് ജനിച്ചു എന്ന് മാത്രം. അള്ളാഹു കൊടുക്കുന്ന ഒരു മുഅ്ജിസത്താണ് അത്. യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ പ്രവാചകൻ ദൈവപുത്രനാകാനുള്ള തെളിവല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ആദം ഇവിടെ എങ്ങനെ ഉണ്ടായി, അങ്ങനെയാണ് ഈസ ഉണ്ടായിട്ടുള്ളത്. ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഇത് മറിയമിൽ നിന്ന് സൃഷ്ടിച്ചു, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ ദിവ്യത്വം കൊടുക്കേണ്ടതില്ല. ദൈവമല്ല. അവരോട് മറുപടി പറയുന്നുണ്ട് ഖുർആൻ. മറിയം ബീവി ഗർഭിണിയായപ്പോ എല്ലാവരും മറിയം ബീവിയെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഖാലു യാ മറിയമു ലഖദ് ജിഅതി ശൈഅൻ ഫരിയ. മറിയമേ, വല്ലാത്തൊരു അപരാധമാണ് നീ ചെയ്തത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅസൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ആക്ഷേപങ്ങള് കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആലോചിച്ചു, തീർച്ചയായും നമുക്ക് സത്യാവസ്ഥ അറിയുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് താൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് 100% മറിയം ബീവിക്കറിയാം. കൃത്യമായി മറിയം ബീവിക്കറിയാം. എന്നിട്ടും ആളുകൾ ആക്ഷേപിക്കാം, നിന്റെ വാപ്പ ഇങ്ങനെ ആയിരുന്നില്ല, നിന്റെ ഉമ്മ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷേപിക്കുമ്പോൾ മറിയം ബീവിയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. മറിയം ബീവിയുടെ ടെൻഷൻ, ഡിപ്രഷൻ എത്രത്തോളായിന്നറിയോ? യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ എന്ന് മറിയം പറഞ്ഞു പോയിന്ന്. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഡിപ്രഷന്റെ ലാസ്റ്റ് അതാണ്, മരണമാണ്. അവിടെയാണ് ആത്മഹത്യ സംഭവിക്കുന്നത്. അതിനെയാണ് മനസ്സിന്റെ ധൈര്യം കൊണ്ടും മറ്റുള്ളവരുടെ ചേർത്ത് പിടിക്കൽ കൊണ്ടും അതിജയിക്കേണ്ടത് എന്നാണ്. അവിടെയാണ് പോയിന്റ്. ആലോചിക്കൂ, എത്ര വിശ്വാസം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ചിലപ്പോ മനുഷ്യൻ ആഗ്രഹിക്കൊന്നും മരിച്ചു പോയെങ്കിൽ മറിയം ബീവി ആഗ്രഹിച്ചു എന്നാ ഖുർആൻ പറയും. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിന്റെ മുമ്പ് ഞാനൊന്നും മരിച്ചിരുന്നെങ്കിൽ വകുന്തു നസിയം മൻസിയ, ഞാൻ ഇവിടുന്നാകെ മറന്നു പോകുമായിരുന്നു. സംഭവങ്ങളൊക്കെ ആളുകൾ മറക്കും. ഒന്നും മരിച്ചു പോയെങ്കിൽ ഡിപ്രഷന്റെ അവസാനമാണ്. മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. എന്തുണ്ടായിട്ടും കാര്യമില്ല, ജോലി ഉണ്ടായിട്ടും കാര്യമില്ല, പണം ഉണ്ടായിട്ടും കാര്യമില്ല, ഒന്നിനൊരു കുറവുണ്ടാവില്ല. എന്നാലും ചിലപ്പോ മനുഷ്യൻ വല്ലാതെ ഡിപ്രസ്ഡ് ആകുമ്പോ അവനങ്ങനെ ആലോചിക്കുമൊന്നും മരിച്ചു പോയെങ്കിൽ. അതിനതിജയിക്കാൻ അള്ള ചെയ്ത മാർഗം എന്താ അറിയോ? ഖാലു, പിന്നെ അള്ള പറഞ്ഞു, യാ മറിയം ലാ തഹ്സനി, ലാ തഹ്സനി, വിഷമിക്കണ്ട. അള്ള ചേർത്ത് പിടിക്കണ്ട. ആലോചിച്ചോക്കോ, ലാ തഹ്സനി, അല്ലാ തഹ്സനി. അല്ല പറയാം, അല്ലാ തഹ്സനി, മോളെ അല്ലെങ്കിൽ മറിയമേ, നീ ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നിനക്ക് അവിടെ നല്ലൊരു ഉറവിടം അല്ലാഹു ഉണ്ടാക്കി തരും. ഭക്ഷണം വേണ്ടേ? വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റതബൻ ജനിയ, നീ ആ ഈത്തപ്പന മരം ഉണങ്ങിയതാണ്, അതൊന്ന് പിടിച്ചു കുലുക്കിയാൽ നിനക്ക് ഭക്ഷണമായി ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം നിനക്ക് കിട്ടും. ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ എല്ലാ വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഈത്തപ്പഴം നിനക്ക് കിട്ടും. നല്ല ഈത്തപ്പഴം. വകുലി വശ്റബി, തിന്നോ, കുടിച്ചോ. വഖർരി ഐന, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അള്ളാഹിന്റെ വാക്ക് നോക്കി നിങ്ങള്. വഖർരി ഐന, നീ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, ബേജാറാകണ്ട. വഖർരി ഐന. ഇനി മനുഷ്യന്മാരല്ലേ, ഇനി വല്ലോരും നിന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ, ഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ആരോടൊന്നും പറയില്ല എന്നാണ് പറഞ്ഞാൽ മതി. അതാണ് സൗം, ഉണ്ടാതിരിക്കാൻ. പഴയ കാലത്തുള്ള നോമ്പാണ്. ആരെന്ത് ചോദിച്ചാലും മറുപടി പറയണ്ട, ഒന്നും ഉണ്ടണ്ട. മുണ്ടിയാലല്ലേ പ്രശ്നമുള്ളൂ. അള്ളാന്റെ ആശ്വസിപ്പിക്കുക. മരിച്ചു പോയെങ്കിൽ എന്നാഗ്രഹിച്ച മറിയം ബീവിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ, ഹാപ്പിയാകാൻ, മനസ്സിന് സന്തോഷം കൊടുക്കാൻ നല്ല ഫുഡ് കൊടുത്തു. മാനസികമായി എങ്ങനെയാണല്ലോ ഡോക്ടർമാർ പറയും, നല്ല ഭക്ഷണം കഴിക്കുന്ന അറിയില്ലേ, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കൊടുത്തു.
ശരീരമൊക്കെ നന്നാക്കിയിട്ട് മനസ്സ് നന്നാക്കാൻ കരി അയിന ഹാപ്പി ആയിട്ടിരിക്കുക, ഒന്നും ചിന്തിക്കണ്ട. ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ട, ഒരു ഭാഗത്തും ഉണ്ടാതിരുന്നാൽ മതി. വലിയൊരു പരിഹാരമാണ്. അങ്ങനെ മറിയം ബീവിയെ ചേർത്ത് പിടിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ മറിയം ബീവിനെ ചേർത്ത് പിടിച്ചു, മൂസാ നബിയെ ചേർത്ത് പിടിച്ചു, മൂസാ നബിയുടെ ഉമ്മയെ ചേർത്ത് പിടിച്ചു, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ ചേർത്ത് പിടിച്ചു. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കി, നബിയായിട്ട് പോലും എത്ര പ്രയാസങ്ങൾ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തില് മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, 6 ആളും മരിച്ചു, ഒരു കുട്ടി മാത്രം ബാക്കിയായി. അബൂ ത്വാലിബ് നബിക്കൊരു സഹായമായിരുന്നു. അബൂ ത്വാലിബ് വാപ്പ ജനിക്കുന്നതിന്റെ മുമ്പ് മരിച്ചു, ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചു, പിന്നെ ഭാര്യ മരിച്ചു, ഖദീജ ബീവി ഒക്കെ മരണപ്പെട്ടു പോകുന്നു. വലിയ പ്രയാസം. അതിലടക്ക് അള്ളാഹുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം കുറച്ചു കാലത്തേക്ക് മുറിഞ്ഞുപോയി. അപ്പൊ ആളുകളൊക്കെ പരിഹസിക്കാൻ. അപ്പോഴാണ് നിന്റെ പടച്ചോനും ഇപ്പൊ നിന്നെ വേണ്ട എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ആളുകൾ, അങ്ങനെയാണ്. ഇപ്പൊ കുറെ കാലം ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇപ്പൊ എന്നെ എല്ലാവരും ഒഴിവാക്കിയോ അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ ആൾക്കാർ. നാട്ടില് ഒരു ആദർശവുമായി, ഒരു കൃത്യമായി, ധീരമായി നമ്മൾ നടക്കുമ്പോ ആൾക്കാരെ കമന്റുകളൊക്കെ പലതുമായിരിക്കും. ഇനി ജയിലിൽ പോണ്ട, ഇനി ഓന്റെ കൂടെ അങ്ങനെയൊക്കെ പറയും. നമുക്ക് ബോധ്യമാണെങ്കിലും ആളുകൾ പറയും, നിന്റെ പിശാചിപ്പ നിന്നെ ഒഴിവാക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ഖുർആന്റെ 2 സൂറത്ത് ഇറങ്ങിയത്, സൂറത്തുൽ ളുഹ, സൂറത്ത് അൽ-നശ്ർ. വല്ളുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ കൈവിടിച്ചിട്ടില്ല. വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നോട് കോപിച്ചിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. മുഹമ്മദ് നബിയെ സമാധാനിപ്പിക്കുക. അല്ലാഹ് ചേർത്ത് പിടിച്ചു. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ദുനിയാവിൽ എന്തോ നടക്കട്ടെ, ആഖിറം വരാനുണ്ട്, അവിടെയാണ് ഏറ്റവും നല്ലത്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ടെൻഷൻ ഇല്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ലൈഫ്, അതാണ് ആഖിറത്തിലെ ജീവിതം. ദുനിയാവിലാവുമ്പോ അങ്ങനെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. അത് ദുനിയാവാണ്, അതിന്റെ പ്രത്യേകതയാണത്. അപ്പോഴേ ദുനിയാവാകുള്ളൂ, അല്ലെങ്കിൽ ദുനിയാവ് സ്വർഗ്ഗാവൂലേ. അതുകൊണ്ട് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നിന്റെ റബ്ബ് നിനക്കിനി തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിനക്ക് തൃപ്തി ഉണ്ടാകും. കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. അലം യജ്ദുക യതീമൻ ഫആവാ. നിങ്ങൾ യതീമല്ലായിരുന്നു, അനാഥനായിരുന്നില്ലേ, വാപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്ന ആളല്ലേ. എന്നിട്ട് ഫആവാ, നിങ്ങളെ അഭയം നൽകി. അലം യജ്ദുക യതീമൻ ഫആവാ, നീ യതീമായിരുന്നു, എന്നിട്ട് നിനക്ക് അഭയം നൽകി. വവജദക ആയിലൻ ഫഅഗ്നാ, ദരിദ്രനായിരുന്നു നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ വളർത്തിണ്ടാക്കി കൊണ്ടുവന്നില്ലേ. വവജദക ആയിലൻ ഫഅഗ്നാ. അതുകൊണ്ട് ഫഅമ്മൽ യതീമ ഫലാ തൻഹർ, യതീമയെ കൂട്ടുപിടിക്കണം. അഗതികളെ, പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ കൂട്ടുപിടിക്കണം. അവരൊന്നും വരട്ടിയായി പറഞ്ഞേക്കണ്ട. എന്തെങ്കിലും ചോദിച്ചു വരുന്നവരൊക്കെ സഹായിക്കണം. അതുകൊണ്ട് ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിനെ ഓർക്കണം, റബ്ബിന്റെ നിഅമത്തുകൾ ഓർക്കണം. ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യന് മനസ്സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്, നിഅമത്തുകളെ ഓർക്കുക. നമുക്ക് സങ്കടം ചെരിപ്പില്ലാത്തതാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോ കാലില്ലാത്തോലെ നമ്മൾ കാണും. നമ്മുടെ സങ്കടം ചെരിപ്പില്ലാത്തതാണെങ്കിൽ കാലില്ലാത്തവരിലേക്ക് നോക്കണം, നമ്മുടെ സങ്കടം തീരും. നമുക്ക് വാർപ്പിന്റെ ഒരു പെര, ഒരു ടെറസ് ഇല്ലാത്തതാണ് നമുക്ക് സങ്കടമെങ്കിൽ കൂരയിൽ കിടക്കുന്നവരെ നമ്മൾ നോക്കണം. നമ്മളൊക്കെ പലതിന്റെയും പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഫ്ലക്സ് കൊണ്ടുപോയിട്ട് അത് കെട്ടിമേഞ്ഞ് അതിൽ പാർക്കുന്ന, ടെന്റുകളിൽ പാർക്കുന്ന, കൂരകളിൽ പാർക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീടിന്റെ ടെൻഷൻ നമ്മൾ മാറും. കാറ് വലിയതില്ലാഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ബസ്സിന് പൈസ ഇല്ലാത്തവരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കണം.
വലാ തൻദുറൂ ഇലാ മൻ ഫൗഖക്കും. നിങ്ങൾ നിങ്ങളിലേക്കാൾ ചെറിയവരിലേക്ക് നോക്കണം. നിങ്ങൾ നിങ്ങളെക്കാൾ ഉയരം കൂടിയവരിലേക്ക്, വലിയവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തുകളെ നിങ്ങൾ നിന്ദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ആലോചിച്ച് നോക്കൂ, 10 പൈസ വരുമാനമുള്ളവൻ 10 പൈസ വരുമാനമില്ലാത്തവരെ കുറിച്ച് ആലോചിക്കുക. ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവൻ ആലോചിക്കുക. കണ്ണിന് കാഴ്ചയുള്ളവൻ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കുറിച്ച് ആലോചിക്കുക. പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ കേട്ടോ, ആഖിറത്തിലല്ല. ആഖിറത്തിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മുകളിലേക്ക് നോക്കണം. ആഖിറത്തിന്റെ കാര്യത്തില് ഞാൻ ഇപ്പോ സുബഹിൻ സുന്നത്തും നിസ്കരിച്ചല്ലോ, അതും നിസ്കരിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യം വരുമ്പോ നമ്മളെക്കാൾ വലിയവരിലേക്ക് നോക്കണം എന്നാണ്. നമ്മളെക്കാൾ ചെറിയവരിലേക്ക് നോക്കണം. ദുനിയാവിന്റെ കാര്യം വരുമ്പോ നമ്മളിലേക്കാൾ ചെറിയവരിലേക്ക് നോക്കുക. ആഖിറത്തിന്റെ കാര്യം വരുമ്പോ നമ്മേക്കാൾ വലിയവരിലേക്ക് നോക്കണം. അവനെപ്പോലെ എനിക്കും സുന്നത്തുകളും ഫർളുകളും ഒക്കെ ഉപയോഗിക്കാനും ചെയ്യാനും സാധിക്കണമെന്ന രൂപത്തിൽ മേൽപോട്ട് നോക്കുക. ദുനിയാവിന്റെ കാര്യം വരുമ്പോ നമ്മുടെ അത്രയും ഇല്ലാത്തവർ, വികലാംഗരൊക്കെ കാണുമ്പോ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രഹസ്യമായിട്ടെങ്കിലും കൈയുള്ള ഒരുത്തൻ കൈയില്ലാത്ത ഒരുത്തനെ കാണുമ്പോൾ രഹസ്യമായിട്ടെങ്കിലും ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറയണമെന്നാണ്. കാരണം ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ആയെങ്കിൽ എന്താ എന്റെ അവസ്ഥ ആലോചിച്ചോ. കണ്ണില്ലാത്തവന്റെ അവസ്ഥ എന്താ? ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കാൻ ഖുർആനിലെ ഏറ്റവും വലിയ ആക്ഷേപം ഒരു ഭിന്നശേഷിക്കാരന്റെ വിഷയത്തിലാണ്. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം കയറി വരുമ്പോൾ നബി തങ്ങൾ പറയും, മർഹബം ബിമൻ ആതബനി ഫീഹി റബ്ബി. വരണം, എന്നെ അല്ലാഹു ആക്ഷേപിച്ചവനാണ്, അല്ലാഹു എന്നെ ആക്ഷേപിച്ചതാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ, അതുകൊണ്ട് സ്വാഗതം, വരൂ. ഒരാളുടെ കാര്യത്തിൽ എന്നെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കാര്യത്തിലാണ്, കടന്നു വരൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ കാണുമ്പോൾ, എവിടേക്കെങ്കിലും പോകുമ്പോ പല കാര്യത്തിലും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ ഏൽപ്പിച്ചിട്ടാ പിന്നീട് നബി തങ്ങൾ പോകാറുള്ളത്. എന്തേ സംഭവം? നേതാക്കന്മാർ കൂടി ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ ദീൻ പഠിക്കാൻ വേണ്ടി കയറി വന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കണ പോലെ വലിയ ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ ചെറിയ ആളുകൾ വരുമ്പോ, പ്രത്യേകിച്ച് നേതാക്കന്മാര്, അവരൊന്നും ശ്രദ്ധിക്കാറില്ല. അവര് സലാം പറഞ്ഞ നേരം മടക്കൂല. മുതലാളിമാരെ കാശും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓല കൂടെ അങ്ങനെ നിൽക്കും. മുതലാളിമാരെ തടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റാത്തൊരു കാര്യം, നേതാവിന് ഒരിക്കലും യോജിക്കില്ല. ഇന്ന് നോക്കൂ, അധിക നേതാക്കന്മാരും ഇന്നൊക്കെ അങ്ങനെയാണ്. ഇന്നൊക്കെ വഹയ ആയത്തിറങ്ങുകയാണെങ്കിൽ എത്ര ആയത്തിറങ്ങുമെന്ന് ആലോചിച്ചാൽ മതി. ഇന്നും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. ഒരു കുരുടന് വന്നപ്പോ തിരിഞ്ഞുപോയി, മുഖം ചുളിച്ചു. വമാ യുദ്രീക ലഅല്ലഹു യസ്സക വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹ. നിന്റെ അടുത്തേക്ക് വരികയാണ് പടച്ചോനെ ഭയന്നുകൊണ്ട്, അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹ്, നബിയെ നിങ്ങൾക്ക് അല്ലാഹ് പഠിപ്പിച്ചത് എനിക്കും പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ഇൽമ് തേടി, അറിവ് തേടി വരുന്ന കണ്ണു കാണാത്ത ഭിന്നശേഷിക്കാരനായ ഒരാളെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണ് അബസവത്തവല്ല എന്ന് പറയുന്ന സൂറത്ത് ഇന്നും നമ്മൾ ഓതുന്നത്. സർക്കാരൊക്കെ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അവർക്കുള്ള കാര്യങ്ങളൊക്കെ. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭിന്നശേഷിക്കാർക്ക്, കണ്ണ് കാണാത്തവർക്കുണ്ട്, അതുപോലെ മറ്റു വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങളുള്ളവരുണ്ട്. അവരൊക്കെ നമ്മള് വികലാംഗർ എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് സർക്കാർ പാസ്സാക്കിക്കൊണ്ട്. അതൊക്കെ അടുത്ത് തുടങ്ങിയ നിയമങ്ങളാണ്, അതൊക്കെ അറിയാലോ. ഇപ്പോഴത്തെ ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ വരുമ്പോ വരുമ്പോ അതിലൊക്കെ തുടങ്ങുന്ന ഏർപ്പാടുകളാണ്. ഇപ്പൊ അടുത്തുണ്ടായ നിയമങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അവരെ ചേർത്ത് പിടിക്കാൻ എത്ര കാലം മുമ്പ് ഖുർആൻ ഇറങ്ങിയപ്പോ ഖുർആനിൽ ഒരു ഭിന്നശേഷിയെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചത് ഇന്നും ആ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മള് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ആലോചിച്ചോക്കെ, മുതലാളിയെ ശ്രദ്ധിക്കുന്നുവല്ലേ, പാവപ്പെട്ട അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല, കൂട്ടുപിടിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ മുകളിൽ കയറാണ്. കൂടെ സഹാബികളുണ്ട്. സഹാബത്താരോ അദ്ദേഹത്തിന്റെ കാല് കണ്ടു. അദ്ദേഹത്തിന്റെ കാല് ശേഷിച്ച് വളരെ മെലിഞ്ഞ ഒരു കാലായിരുന്നു. അത് കളിയാക്കി. കൂടെയുള്ള ആളുകൾ ആരോ കാലിനെന്തോ കളിയാക്കിയപ്പോ നബി തങ്ങൾ പറഞ്ഞു,
ഈ കാലേ പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാലാണ്. നിങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞിട്ട് സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഭിന്നശേഷിക്കാരോടുള്ള നിലപാട്. നമുക്കറിയാലോ, മാനസികമായി ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവരാണ് ഭിന്നശേഷിക്കാർ. അതിലേറ്റവും വലിയ വൈകല്യമാണ് കണ്ണു കാണായ്മ. അതിനെ ചേർത്ത് പിടിക്കാൻ മാറി മാറി വരുന്ന ഗവൺമെന്റ് ഒന്നല്ല, ഖുർആൻ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സമാധാനിപ്പിക്കുക. എന്നിട്ട് അല്ലാഹു ചോദിക്കുക അടുത്ത സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക്, നിനക്കൊക്കെ വിശാലമായ ഒരു വിശാല ഹൃദയം നിനക്ക് തന്നില്ലയോ? ആലോചിച്ച് നോക്കൂ, പ്രവിശാലമാണ് നബി തങ്ങളുടെ ഹൃദയം. എല്ലാവരും ഇപ്പൊ തൂക്കാൻ വിധിക്കും, കൊല്ലാൻ വിധിക്കും എന്നിങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ആ മക്കം ഫത്ഹ് കഴിഞ്ഞപ്പോ ഇദ്ഹബു അൻതുമുത് തുലഖ, നിങ്ങൾ സ്വതന്ത്രരായി പോയിക്കോളൂ എന്ന് ആ ശത്രുക്കളോട് നബി തങ്ങൾ പറഞ്ഞത് എന്നാണ്. അതാ നബി തങ്ങൾ, അതാ ഹൃദയ വിശാലത. ഒരു കുശുമ്പും കുന്നായ്മയും ഒന്നും മനസ്സിലില്ലാത്ത ഒരു മനുഷ്യൻ. ആലോചിക്കുക, നമുക്കൊക്കെ അങ്ങനെ ആകാൻ കഴിയും? ആർക്കും ഉണ്ടാവും ഉള്ളിൽ എന്തെങ്കിലും. അത് ഒഴിവാക്കിയാൽ തന്നെ ടെൻഷൻ മാറും. ആലോചിച്ച് നോക്കൂ, ഒന്നുമില്ലാതെ അവരോട് പോകാൻ പറയും. എല്ലാ ഭാരങ്ങളും പിന്നെ അഴിച്ചു തന്നില്ലയോ? നിന്റെ പേരിനെ ഉയർത്തിയില്ലയോ? ഇന്നും നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി അല്ല കഴിഞ്ഞ പിന്നെ മുഹമ്മദ് നബിയെ പറയാതെ ഒരു ഇബാദത്തുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു എളുപ്പമുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മഅരിഫ എന്നാ പറയുന്നത്. കൃത്യമായിട്ട് ഒരു പ്രയാസം നമുക്ക് വന്നാൽ നിർവചിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു എളുപ്പം അതിനുണ്ടാകുമെന്നാണ്. നിർവചിക്കാവുന്ന ഒരു പ്രയാസം നമുക്ക് വന്നാൽ അനിർവചനീയമായിട്ടുള്ള ഒരു സൗകര്യം, ഒരു എളുപ്പം, ഒരു ഗുണം അതിന്റെ പിന്നിൽ അള്ളാഹു കണ്ടിട്ടുണ്ടാവുന്ന. അതാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ആവർത്തിച്ച് പറയാൻ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, കാരണം ഒരു പ്രയാസവും ശാശ്വതമായിട്ടുണ്ടാവില്ല. നമുക്കൊക്കെ അറിയാത്ത കാര്യം അതാ. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോ എന്നും ഇങ്ങനെ തന്നെ വിചാരിക്കും. ഇല്ല, ഖുർആൻ പറയുന്നുണ്ട്, ഇൻ തംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹുൻ മിസ്ലഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്. നിങ്ങൾക്ക് അക്രമം ഏറ്റിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുറിവായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശത്രുഭാഗത്തുള്ളവർക്ക് മുറിവായിട്ടുണ്ട്. നമുക്ക് മാത്രമുള്ളതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് മാത്രമാണോ പ്രയാസം? നമ്മളൊരു ചെറിയ തലവേദന കൊണ്ട് ആശുപത്രി പോകുമ്പോ അവിടെയാണ് തലച്ചോറ് മുഴുവൻ പഴുത്തുപോയവനെ നമ്മൾ കാണുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലവേദന എന്താ? അതൊരു വിഷയമല്ല. നമ്മളെക്കാൾ വലിയവരെ കാണണം, നമ്മളെക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണണം. നമുക്ക് മാത്രമല്ല പ്രയാസം. പക്ഷെ നമുക്ക് ചില പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ വിചാരിക്കും ഇതെന്നും നമുക്ക് ഇങ്ങനെയാണ്. ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും പ്രശ്നമുണ്ട്. കാരണം ദിവസങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. വലാ ഫഖറുൻ യദൂമു വലാ സറാഉ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കവിതയിൽ മനോഹരമായ വരിയാണ്. എന്ത്? വലാ ഫഖറുൻ യദൂമു വലാ സറാഉ. ഒരിക്കലും ഒരു ദാരിദ്ര്യം നിത്യമായി ഉണ്ടാവൂല. അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിക്കുമ്പോ കാണുന്നതല്ലേ. ഒരിക്കലും ഒരു പ്രയാസവും നിത്യമായിട്ട് നേരിടേണ്ടി വരില്ല. ഞാൻ എന്നും പ്രയാസത്തിലാണ് പറയാൻ പറ്റൂല. അവൻ അറിയാത്ത ഒരു എളുപ്പം, ഒരു സൗകര്യം അവനുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഡയറക്റ്റ് അത് കാണിക്കാൻ ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല, പ്രത്യക്ഷത്തിൽ അത് കണ്ടുകൊള്ളണമെന്നില്ല. അവർക്കൊക്കെ അവരുടേതായ സൗകര്യങ്ങൾ ഉണ്ടാവും. വകുല്ലുൽ ഹാദിസാതി ഇദാ തനാഹത് ഫമൗസൂലുൻ ബിഹൽ ഫറഹുൽ ഖരീബു. എത്രത്തോളം പ്രയാസങ്ങൾ നമ്മൾ ഇങ്ങനെ കൂടി വരുന്നുവോ ഉടനെ തന്നെ എന്തുണ്ടാകും? ഒരു എളുപ്പമുണ്ടാകും. ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകും. ഒരു സന്തോഷമുണ്ടെങ്കിൽ ഇതാ അടുത്ത് തന്നെ ഒരു ദുഃഖം വരുന്നുണ്ടാകും. ഒരു ദുഃഖമുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു സന്തോഷമുണ്ടാകും. ഒന്നും എപ്പോഴും നിൽക്കുകയില്ല എന്നതാണ്. അങ്ങനെയാണ്. എല്ലാം പരിപൂർണമായ, പെർഫെക്റ്റ് ആയ എല്ലാ കാര്യം ലികുല്ലി ഷൈഇൻ ഇദാ മാ തമ്മ നുഖ്സാനു വലാ യുഗറ ബിതീബിൽ ഐശി ഇൻസാനു ഹിയൽ ഉമൂറു കമാ ആവത്തഹാ ദുവലു മൻ സറഹു സമനുൻ സാഅത്ക അസ്മാനു. ഒരു കവി മനോഹരമായി പാടിയിട്ടുണ്ട്.
എന്ത് സംഗതിയും പെർഫെക്റ്റ് ആയാൽ പിന്നീട് അത് പൊട്ടിത്തെറിക്കും. ഒരു കയറ് മുറുക്കാനുള്ളിടത്തോളം മുറുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടും. വണ്ടിയുടെ ടയറൊക്കെ എടുത്തിട്ട് ഒരു സ്ക്രൂ പരിധിയിലപ്പുറം നമ്മൾ മുറുക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കുകാർക്ക് അറിയാം, ഒരു പരിധിയിലപ്പുറം മുറുക്കിയാൽ അതിന്റെ ആ പിരിയൊക്കെ ത്രെഡൊക്കെ പോകും, പൊട്ടിപ്പോകും, പിന്നെ പൊട്ടും. എല്ലാറ്റിനും ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്കാണത് പോകുക. എല്ലാം പരിപൂർണ്ണ സന്തോഷം ഇങ്ങനെ പരിപൂർണമായി നല്ല ഉഷാറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പ്രയാസം. എല്ലാ പ്രയാസങ്ങളും ഇങ്ങനെ എടങ്ങറായി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വേറൊന്ന് വരുന്നു എന്നുള്ളതാണ്. അതാണ് ഹിയൽ ഉമൂറു. ആ കാര്യങ്ങളൊക്കെ ദുവൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ദുഃഖമുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ സന്തോഷിക്കും. ഇന്ന് നമ്മൾ വല്ലാതെ സന്തോഷിക്കുമ്പോ നാളെ ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഇതൊക്കെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ അതൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുകയാണ്. മാത്രല്ല, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എപ്പോഴൊക്കെ പറയല്ലേ, ഒരു യാത്ര പോകാം. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ അവരേറ്റൊന്ന് യാത്ര പോകുക നല്ലൊരു കാര്യമാണ്. അബൂ താലിബ് മരിച്ചു, നബിന്റെ വലിയൊരു ആശ്രയം. തായിഫ് എന്ന് ആട്ടിയോടിച്ചു. പ്രതീക്ഷയോടുകൂടി തന്റെ അമ്മാവന്മാരുടെ അടുത്തേക്ക് പോയതാണ്. അവിടുന്ന് ആട്ടിയോടിച്ചു. തനിക്കേറ്റവും തന്റെ കൂടെ നിന്നിരുന്ന ഖദീജ ബീവി, ഏറ്റവും മുതൽ കൂടെ നിന്ന, നുബുവത്തിന്റെ 1-ാം തീയതി മുതൽ കൂടെ നിന്ന ആളാണ്. ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചാ എന്താ സങ്കടം എന്നുള്ളത് ജീവിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുമ്പക്കാണും കൂടിയാലും ഭാര്യ മരിച്ചു പോയാലുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പുരുഷൻ ഒരിക്കലും മക്കളോ മരോക്കളോ ഒന്നും പകരാവൂല. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഭാര്യ മരിച്ചു പോയാൽ ആ ആണുങ്ങളെ കൊണ്ട് ഉടനെ കല്യാണം കഴിപ്പിക്കണം. ഉമ്മയാണ് മരിച്ചതെങ്കിൽ പ്രശ്നമില്ല, ഉമ്മാനെ കുട്ടികളും മക്കളൊക്കെ നോക്കി അങ്ങനെ പോകും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മരോക്കളും മക്കളും ഒക്കെ നോക്കി അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ. ഒരവസ്ഥ ആലോചിച്ചൊക്കെ ഒക്കെ മരിച്ചു. ആ കൊല്ലത്തിനാണ് നബി തങ്ങൾ ആമുൽ ഹുസ്ൻ എന്ന് പേരിട്ട്, ദുഃഖവർഷം എന്ന് പേരിട്ടു. ചരിത്രത്തിലെ നബി തങ്ങൾ ദുഃഖവർഷം എന്ന് പേരിട്ടു എന്നാണ്. അത്രക്കധികം ടെൻഷൻ നബി തങ്ങൾക്കുണ്ടായി. കാരണം ഒക്കെ മരിക്കുക, സ്വന്തക്കാരൊക്കെ മരിക്കുക, ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കാൻ. ആ സമയത്താണ് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടേക്ക് കൊണ്ടുവന്നത്? ഇസ്രാഉം മിഅ്റാജും. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് വാനലോകങ്ങളിലേക്കും ഇസ്രാഉം മിഅ്റാജും നടത്തിയ ഒരു യാത്ര ആ കൊല്ലത്തിലാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബിയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയും അവിടുന്ന് 7-ാം ആകാശത്തേക്കും കൊണ്ടുപോയി ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എല്ലാ സംഭവം വിഷയം ഒന്നും മാറ്റി ഒരു ടൂറ് അനുവദനീയമായതാ ഞാൻ പറഞ്ഞ കേട്ടോ. ആലോചിച്ച് നോക്കൂ, ഒരു യാത്ര പോവുക. ടൂറ് എന്നല്ല പറഞ്ഞ, ഒരു യാത്ര പോവുക. ടെൻഷൻ വല്ലാതെ അനുഭവിക്കുന്ന ആളെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു യാത്ര പോവുക, യാത്ര കൊണ്ടുപോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോയാൽ നമ്മുടെ നാട്ടുകാരെ അമ്മാനും പാപ്പാനും കൊണ്ടാകുകയുള്ളൂ. വേറല്ല, എല്ലാ രാജ്യക്കാരും 90, 95 വയസ്സായ പ്രായമായ ഉമ്മയേറ്റും വാപ്പയേറ്റും കോലങ്ങനെ വന്ന് നടക്കണ കാണാം. അത് അവരുടെ ഒരു മെത്തഡോളജിയാണ്. അപ്പൊ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് മാനസിക പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. എത്ര തത്വമുണ്ടെങ്കിലും, എത്ര മൊയിലേരാണെങ്കിലും, മൗലവിയാണെങ്കിലും, പിന്നെ പണ്ഡിതനാണെങ്കിലും, പാമരനാണെങ്കിലും, ഡോക്ടറാണെങ്കിലും, ഇതിനൊക്കെ കുറിച്ച് പഠിച്ച ആളാണെങ്കിലും, മനുഷ്യന്റെ മനസ്സ് മനുഷ്യൻ എന്ന നിലക്ക് ചിലപ്പോഴൊക്കെ പതറിപ്പോകും. പിടിച്ചാ കിട്ടാത്ത രൂപത്തിലുള്ള ടെൻഷനുകൾ, അതുപോലെ തന്നെ ഡിപ്രഷൻ, അതുപോലെ തന്നെ വസ്വാസ്, ഇതൊക്കെ മനുഷ്യന് വരും. അതിനുള്ള പരിഹാരം, അതുപോലെ ഭിന്നശേഷിയായിട്ടുള്ള മക്കൾ ഉണ്ടാകുക, അതിനുള്ള പരിഹാരം അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി അധ്വാനിക്കുക, അവരുടെ പേരിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. അതാണ് ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين നബീന മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, സമാധാനം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് ലഭിക്കാനുള്ളതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമുള്ളവൻ. മുസ്ലിം പറയുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒരു സമാധാനകാംക്ഷിയായിട്ടായിരിക്കണം എന്നുള്ള കാര്യം സംശയമില്ല.
അതുകൊണ്ടാണ് കാണുമ്പോഴൊക്കെ നമ്മൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. ആർക്കും ആരോടും എപ്പോഴും പറയാവുന്നതാണ് അസ്സലാമു അലൈക്കും, ദൈവത്തിന്റെ ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. സ്വർഗം മാത്രമാണ് ഫുൾ സമാധാനമുള്ള ഒരു സംഗതിയായിട്ട് ഖുർആൻ പരിചയപ്പെടുന്നത്. ദുനിയാവിൽ എവിടെ എങ്ങനെ എന്തിനു പോയാലും സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദുനിയാവിൽ സമാധാനം ഉണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, അതാണ് വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിമിന്റെ സലാം പറയുന്നതിന്റെ പോലും പൊരുള് സമാധാനത്തോടു കൂടെ ജീവിക്കണം. ടെൻഷൻ അടിക്കണ്ട. അസ്സലാമു അലൈക്കും എന്റെ അർത്ഥതാണ് ടെൻഷൻ അടിക്കണ്ട, സുഖമായിട്ട് സമാധാനത്തോടുകൂടി ജീവിച്ചു. ഇങ്ങോട്ടും പറഞ്ഞു വഅലൈക്കും അസ്സലാം, ടെൻഷൻ അടിക്കേണ്ടതില്ല, സമാധാനത്തോടു കൂടി ജീവിച്ചു പോകാൻ. സമാധാനം, സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, ലഹും ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനമുണ്ട്. സലാമുൻ തഹിയ്യത്തുഹും, അവിടുത്തെ അഭിവാദ്യം സലാമാണ്. ദഅവാഹും ഫീഹാ സുബ്ഹാനക്കല്ലാഹുമ്മ വതഹിയ്യത്തുഹും ഫീഹാ സലാം. സ്വർഗം ഒരു സമാധാനത്തിന്റെ ഭവനമാവാനുള്ള കാരണം കണ്ടോടത്തൊക്കെ സമാധാനമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, അവര് സലാം സലാം, സമാധാനം സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് മരിച്ചു പോകുമ്പോ സമാധാനത്തോടു കൂടെ മരിച്ചു പോകണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സംതൃപ്തമായി നിന്റെ റബ്ബിലേക്ക് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടുള്ള ഒരു മനസ്സിനെയാണ് അല്ലാഹു തആല സമാധാനത്തോടു കൂടി കൊണ്ടുപോയിട്ട് അവരോട് പറയുന്നത് ഉദ്ഖുലുഹാ ബിസലാം. ഇനി അവിടെ അങ്ങോട്ട് സമാധാനം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് 100% സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ അത് പരലോക ജീവിതമാണ്. അതിന്റെ ആവശ്യകതയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരലോകത്തിൽ അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാവുക, ദുനിയാവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. ദുനിയാവാണ്, എന്ത് തന്നെ നേടിയാലും, എത്ര തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരവസാനം ഉണ്ടാകും. കാരണം അത് ദുനിയാവാണ്. എത്ര തന്നെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും അതിനും ഒരു പര്യവസാനം ഉണ്ടാകും. കാരണം ഇത് ദുനിയാവാണ്. സമാധാനമായ ഒരു ജീവിതം പരലോകമാണ്. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന, അത് സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ജീവിക്കുന്ന കാലം പടച്ചതമ്പുരാനെ ഓർത്ത് പരലോകത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് നേടേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നേടുക എന്നതാണ് അതിന്റെ ഒരു പരിഹാരം. അപ്പൊ നമുക്ക് സന്തോഷമുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.